السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي قتادة الأنصاري رضي الله عنه أن رسول الله صلى الله عليه وسلم سئل عن صوم اثنين فقال فيه ولدت وفيه أنزل علي أي القرآن. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 1162 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂ ഖതാദത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് നാം കേൾക്കുകയുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടതിനൊരു മറുപടിയാണ് ഇത്. അതിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല 21-ാമത്തെ സൂറത്തിലെ 107-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഏകദേശം ഒരു 90% മുസ്ലിം ഉമ്മത്തിനും കാണാതെ അറിയുന്ന ഒരു ആയത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ആമിൽ ഫീൽ എന്ന് പറയുന്ന ആനക്കലഹ വർഷത്തിലാണ്. മാസത്തെ സംബന്ധിച്ചും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, പലതിനും പിൻബലം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദിവസവും മാസവും അതല്ലെങ്കിൽ അതിൻ്റെ തീയതിയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ദിവസത്തെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്, അത് തിങ്കളാഴ്ചയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തിങ്കൾ നോമ്പ്, അതുപോലെ തന്നെ ആഴ്ചയിലെ മറ്റൊരു ദിവസമായ വ്യാഴാഴ്ച നോമ്പ്, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്തായി പഠിപ്പിക്കപ്പെടുകയും ചെയ്തു. ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ തീയതി നോക്കിയല്ല, അവിടുന്ന് എങ്ങനെയാണോ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് അതുപോലെ അദ്ദേഹത്തെ അനുവർത്തിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ജന്മദിനം എന്നുള്ളത് യഹൂദ നസാറ സമ്പ്രദായത്തിന്റെ ഭാഗമാണ്. നമുക്കെന്തുകൊണ്ട് പാടില്ല? റസൂലുള്ളാഹി ചെയ്തില്ല, 4 ഖലീഫമാർ ചെയ്തില്ല, ഖുലഫാ ഉർ റാഷിദുകൾ ചെയ്തില്ല, മുസ്ലിം ഉമ്മത്തിന് പരിചയം ഇല്ലാത്തത് കൊണ്ട്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു, ഖാലഫു ബിൽ യഹൂദി വന്നസ്വാറ, നിങ്ങൾ യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടും എല്ലാ അർത്ഥത്തിലും എതിരാകണമെന്ന് പറഞ്ഞു. അപ്പൊ ആ നബിയുടെ താക്കീത്, സാദൃശ്യപ്പെടരുത് എന്ന താക്കീത്. മാത്രമല്ല, തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച്, വ്യാഴാഴ്ച നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, തുഅറദുൽ അഅമാലു യൗമുസ്നൈനി വൽ ഖമീസ്. യൗമുസ്നൈനി തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും ഒക്കെ ഓരോ അടിമയുടെയും ഇബാദത്തുകൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകും. വഉഹിബ്ബു അൻ യുറള അമലി വഅന സ്വായിമുൻ. ഞാനൊരു നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കർമ്മനിരതമാണ്. അതിനിടയിൽ ഒരു ഇബാദത്തോടു കൂടി ആബിദായിക്കൊണ്ട് മരിക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ പരിശ്രമത്തിന്റെ ഭാഗമാണ്. അവിശ്രമം ജീവിതത്തിൽ നിന്ന് ഇബാദത്തുമായി നിരന്തരമായി ബന്ധപ്പെടുക എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വിശ്വാസിക്ക് കരഗതമാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷ സൂചകമാണ് ഒരു ആബിദായിട്ട് മരിക്കുക, ഒരു സുജൂദിൽ കടന്ന് മരിക്കുക, ഒരു റുക്കോയിലാവുക, മറ്റേതെങ്കിലും രൂപത്തിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിൽ 94-ാമത്തെ സൂറത്തു ഷറഹിലെ 7-8 ആയത്ത് നമുക്കറിയാം, ഫൈദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഅബ്. നീ ഒഴിവ് കിട്ടിയാൽ ഇബാദത്തുമായി ബന്ധപ്പെടുക എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആബിദായി മരിക്കാൻ പറ്റും. മരണം ഏത് സമയം വരാം, അടുത്തുള്ളൊരു അതിഥിയാണ്. ഒരു ഇബാദത്തിലാവുക എന്ന് പറഞ്ഞാൽ ഹജ്ജിലാവാൻ പരിശ്രമിച്ചാൽ വർഷത്തിൽ ഒറ്റ പ്രാവശ്യമാണുള്ളത്, മണിക്കൂറുകൾ ദിവസങ്ങൾ 3-4 5. നിസ്കാരമാണെങ്കിലോ സമയബന്ധിതമാണ്. ഖുർആൻ പാരായണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാം. സൗമാണെങ്കിലോ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്തത്. ആഴ്ചയിൽ 2 പകലുകൾ, ഒന്ന് തിങ്കളാഴ്ചയും ഒന്ന് വ്യാഴാഴ്ചയും. അങ്ങനെ വന്നാൽ ഓരോ ആഴ്ചയിലെ 4 ദിവസം, ഈ 2 ദിവസങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ വരുന്നത് 96 ദിവസം ഉണ്ടാവും. അയ്യാമുൽ ബീദ് ഒരു മാസത്തിൽ 3 ദിവസം കൂടി കൂട്ടിയാൽ 36 ദിവസം ഉണ്ടാവും. ഇങ്ങനെ 365 ദിവസത്തിൽ 223 ദിവസം ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നോമ്പ് നോക്കാനായിക്കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റും, മരിക്കാനും പറ്റും. അതുകൊണ്ട് ഒറ്റ ഹദീസ് കൂടി കേൾക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബീ ബുർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, അൽ മുഅ്മിനു യമൂതു ബി അറഖൽ ജബീൻ. ഒരു വിശ്വാസി മരിക്കുന്നത് അവൻ ഇബാദത്തിന്റെ പ്രയത്നത്തിനിടയിൽ നെറ്റിത്തടത്തിൽ നനവുള്ളവനായി കൊണ്ടായിരിക്കുക എന്നുള്ളത് വളരെ സവിശേഷതമായി. നല്ലൊരു മനുഷ്യന്റെ
മരണം, ഒരു വിശ്വാസിയുടെ മരണം ആഗ്രഹിക്കാവുന്ന ഒരു അവസ്ഥയിൽ ഒന്ന് ഖുർആൻ കയ്യിലുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നോമ്പുകാരനാകുമ്പോൾ, അല്ലെങ്കിൽ നിസ്കാരത്തിലാകുമ്പോൾ, മറ്റേതെങ്കിലും ഇബാദത്തിലാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് കിട്ടുന്ന ഏറ്റവും വലിയ അമൂല്യമായൊരു നിധി എന്ന് പറയാവുന്നതാണ് ഈ ദിവസം. എന്തുകൊണ്ട് റസൂലെ നിങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് ഉലിത്തു ഫീഹി, ഞാൻ അതിലാണ് ജനിച്ചത്. വഉൻസില അലയ്യൽ ഖുർആൻ, എനിക്ക് ഖുർആൻ ഇറങ്ങിയതും ആ ദിവസത്തിലാണ്. ലൈലത്തുൽ ഖദ്ർ ആണ് തുടക്കമെങ്കിൽ പോലും ആ ഖുർആൻ ഇറങ്ങിയ ദിവസവും തിങ്കളാഴ്ചയാണ്, ഞാൻ ജനിച്ചതും തിങ്കളാഴ്ചയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയതായി കാണാൻ ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇബാദത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. കർമ്മ നിരതമായ ജീവിതം നയിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ പാകപ്പിഴവുകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ ഇരു ലോകത്തും അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു നമുക്ക് മരണം വരെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷയും സമാധാനവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ മേഖലകളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.